അജിത് കുമാർ അധിക നാൾ പദവിയിൽ ഉണ്ടാവില്ലെന്നാണ് അല്പം മുമ്പ് ബിനോയ് വിശ്വം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അതല്ലേ? രണ്ട് അഭിപ്രായമാണ്. എന്താ പാർട്ടി രണ്ട് പാർട്ടിയല്ലേ? സി പി അഭിപ്രായമുണ്ട്. അല്ലല്ല അല്ല, അത് നിങ്ങൾക്ക് എന്തോ ഒരു വാലുണ്ട് ആ ചോദ്യത്തിനൊരു വാലുണ്ട്. ആ വാലിലേക്കൊന്നും ഞാനിപ്പോൾ വരുന്നില്ല. ഉത്തരം വളരെ വ്യക്തമാണ്. ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്ന ഒരാളുടെ പേരിൽ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ഗവൺമെൻറ്റിൻ്റെ മേലെ ആരോപണം ഉന്നയിക്കാനൊക്കെ ജനാധിപത്യ സമൂഹത്തിൻ്റെ മേലെ ആർക്കും അവകാശമുണ്ട്. എന്നാൽ ഞാൻ ഈ LDFൻ്റെ ഭാഗമായിട്ടില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കരിഞ്ഞുപോയ സൂര്യനാണ് എന്നും പിന്നെ ഇത് അവസാനത്തെ മുഖ്യമന്ത്രിയാണ് എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ അയാൾക്ക് അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് LDFൻ്റെ ഭാഗമായി LDF സ്വതന്ത്രൻ എന്ന MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുള്ളതല്ല. അതുകൊണ്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ആര് അത് അതിന് അൻവറൊന്നും വേണ്ട. CPM-നോട് ഞങ്ങളെ പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം ഇപ്പോഴും വിമർശനം അനുവദിക്കുന്നില്ല. അൻവർ പറഞ്ഞതാണ്, ഞാനിതൊന്നും പറയേണ്ടത് ചോദിച്ചാൽ അൻവർ പറഞ്ഞത് വിമർശനം അനുവദിക്കുന്നില്ല. നേരത്തെ നിങ്ങളെല്ലാം പറഞ്ഞു തന്നാൽ CPM-ൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിക്കെതിരായി വലിയ വിമർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഞങ്ങൾ അതും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നല്ല വിമർശനം വേണം. വിമർശനത്തെ നല്ലതുപോലെ സ്വാഗതം ചെയ്യുന്നവരാണ് ഞങ്ങൾ. സ്വയം വിമർശനം ഇല്ലാതിരുന്നാൽ പിന്നെ ഈ പാർട്ടിയില്ല. അതുകൊണ്ട് അന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്, ഇന്നും വിമർശനത്തിലൂടെ തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അൻവർ പറയുന്നത് പോലെ വിമർശിക്കാൻ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണിത് എന്ന് നിങ്ങൾക്ക് പോലും ധാരണയുണ്ടാവില്ല എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും എതിരായിട്ട് വിമർശനം ഉണ്ടാകുന്നു. അതിനെന്ത് നിങ്ങൾക്ക് അത്ഭുതം? ഞാൻ പറഞ്ഞില്ല, എന്നെപ്പറ്റി വിമർശനമുണ്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് വിമർശനമുണ്ട്. അങ്ങനെ വിമർശിച്ചുകൊണ്ട് മാത്രമേ പാർട്ടി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകുള്ളൂ. പോരെ? വിമർശനം ഉണ്ടാകാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിമർശനമൊക്കെ ഉണ്ട്. എല്ലാവർക്കും നല്ല ധൈര്യമുണ്ട്. പാർട്ടിയുടെ ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാർക്ക് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടായിരുന്നപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറിയുടെയും മുഖത്ത് നോക്കി വിമർശിക്കാനുള്ള ശേഷിയും കഴിവുമുള്ള പാർട്ടിയാണ് CPIM. അത്രയും മതിയല്ലോ. മറുപടി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയണ്ട. ഇനി മുഖത്ത് നോക്കാണ്ട് മുഖത്ത് നോക്കിയിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യവും പിണറായി വിജയന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ടില്ല.